എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം, സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, മറ്റു മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണം, നടത്തിപ്പ് എന്നിവയിലേക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ, ഇതോടൊപ്പം സർവീസ് പെൻഷൻകാർ, വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. പെൻഷനും മറ്റു കുടിശ്ശിക ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക വർഷാവസാനത്തേക്ക് 17,600 കോടി രൂപ കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും നിലവിൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് 8,000 കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസമാണ് 8,000 കോടി രൂപ അനുവദിച്ച് ഉത്തരവായത്. ഇതിൽ 2,500 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഇന്നലെ ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി മാസം 7-ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായി തീർന്നിരിക്കുകയാണ്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുകയിൽ 1 ഗഡു കൂടി അനുവദിച്ചേക്കും എന്നുള്ള അറിയിപ്പുകളാണ് നേരത്തെ പുറത്തു വന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ തനത് പെൻഷൻ തുകയോടൊപ്പം 1,600 രൂപ കൂടി വിതരണം ചെയ്യും. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്തെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കും.